ഹലോ ഗൈസ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി കിട്ടിയ കുരുടന്മാരാണിത്. അപ്പൊ നേരെ വളവള നനയ്ക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് കമോൺ. ഇന്നലെ രാത്രി ഫിഷിങ്ങിന് പോയപ്പോ കിട്ടിയവന്മാരാണ് അവന്മാരൊക്കെ. ഒരു 2-3 നെടുമീന് കിട്ടി. അത് നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ പിന്നെ അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഏകദേശം നല്ല വലിയ സൈസുള്ള ഒരു ചെറിയ സൈസ്, ഒരു അത്യാവശ്യ സൈസുള്ള ഒരു കാരി, ഒരു ചെറിയ കാരി. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയി. വേറൊന്നുമല്ല, ഒരു 5 കിലോ 6 കിലോ ഒക്കെ സൈസുള്ള ഒരു ഈ സൈസ് വരും, ഈ നീളം ഈ വണ്ണമുള്ള ഒരു നെടുമീനാണെങ്കിൽ നമ്മൾ ഈ ചൂണ്ടയിട്ട് ഏകദേശം ഇനി അടുത്തെത്താറായ സമയത്ത് കയ്യിൽ നിന്ന് അങ്ങ് പൊട്ടി അങ്ങ് പോയി. അല്ലെങ്കിൽ ഏകദേശം ഇത്തിസല്ല മീൻ കാണുമായിരുന്നു. അപ്പൊ എന്തായാലും നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ യവന്മാരെ വറുത്തടിക്കണമെന്ന്. അപ്പൊ വെറൈറ്റി രീതിയിൽ നമ്മൾ ഇവിടുത്തെ സ്റ്റൈലില് യവനെ നല്ല രീതിയിൽ വറുത്തുനിന്ന് എടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇവന്മാര് നമ്മുടെ ഈ കടൽ മീൻ പോലെ അല്ല. ഈ ആറ്റിലുള്ള മീനും നമ്മുടെ ഈ കുളത്തിലുള്ള മീനൊക്കെ ഒരുമാതിരി വിഴുവിഴുപ്പായിരിക്കും. അപ്പൊ നമുക്ക് ഇവന്റെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഈ ചാമ്പല്, അടുപ്പിൽ നിന്ന് നമുക്ക് വിറക് കത്തിയതിന് ശേഷം വരുന്നില്ലേ വേസ്റ്റ് ചാമ്പല്, അപ്പൊ അതും കുറച്ച് പരലുപ്പും കൂടെ ഇട്ട് നിന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്നാലേ ഇവന്മാരെ പിടിച്ച് നമുക്ക് ഒരു ഇതിനെ കട്ട് ചെയ്യാനൊക്കെ ഒരു എളുപ്പം കിട്ടുള്ളൂ. ഏകദേശം ചാമ്പലിട്ടപ്പോഴുള്ള അവസ്ഥയാണ് അവന്റെ. ഇത് നമുക്ക് പിന്നെ മറ്റേ നെടുമീനാണ്. ഇവനെയൊക്കെ എത്തി തൊലി ഉരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ എത്തി ടാസ്ക് ഉള്ള കാര്യമാണ്. മറ്റേ റൗണ്ട് ചെയ്തിട്ട് വലിച്ച് അങ്ങനെ ഓക്കെ. പിടിച്ചോ, ഇറക്കി പിടിച്ചോ, പൊക്കി പിടിക്കും. ഇത് നമ്മളെ ഈസി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കയറിൽ കെട്ടിയിട്ട് ഇവനെ പെട്ടെന്നൊന്ന് വലിച്ചൂറുന്നതാണ് ഈസി. ഏകദേശം നമ്മളെ പാമ്പിന്റെ ഒക്കെ തൊലി ഉരിക്കുന്ന അതേ മെത്തേഡ് കണ്ടാ. തലേന്ന് എടുക്കൂല. ഇപ്പൊ നമ്മള് നെടുമീന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നെടുമീൻ എന്ന് പറഞ്ഞാൽ മലിഞ്ഞില്ലേ, അപ്പൊ അവ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു നല്ല സൈസുള്ള കാര്യം ഇതിപ്പോ ഈ കടലിൽ ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ചാമ്പലും പരലുപ്പും അങ്ങനെ നല്ല രീതിയിൽ ഇവനെ മെഴുക്കി വിട്ടി, കാരണം അറക്കാനായിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി കയ്യില്. അപ്പൊ ഇവനെ കട്ട് ചെയ്യാം. ഗിരീശൻ അറിയാം, അങ്ങോട്ടോ ഗിരീശൻ. അപ്പൊ നമ്മള് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാരെ തലയൊന്നും അങ്ങനെ കഴിക്കൂല, തലയൊന്നും ഇഷ്ടമില്ല. ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ആണ്.
നിങ്ങൾ എന്തായാലും ഇത് കണ്ട് തെറ്റിദ്ധരിക്കല്ലേ, പാമ്പൊന്നും അല്ല. നല്ല ഫ്രഷ് നമ്മളെ നെടുമീനാണ്. കണ്ട വാല്, കണ്ട മീനിനെ പോലത്തെ, കണ്ട പാമ്പിനെ പോലെ തന്നെ ഇരിക്കും. ഇവന്റെ തല അങ്ങ് അറുത്ത് ആദ്യം മാറ്റാം. തല നൂറ് ഗ്രാം വരെ സൈസ്, അത്ര തന്നെ. പാത്രം കൊണ്ടുവാ. പൈസ അപ്പൊ നമ്മൾ ഫിഷ് എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്, നെടുമീന്, കാരി. അപ്പൊ ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന്. ഇപ്പൊ മുളക് പൊടി കൂടുതലായതുകൊണ്ട് കുരുമുളക് പൊടി നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എരിച്ച് കഴിക്കാൻ പറ്റൂല. നമ്മളിപ്പോ എന്തായാലും കഴിക്കാനാണല്ലോ. കുരുമുളക് പൊടി. ഇനി അടുത്ത് മഞ്ഞപ്പൊടി, കുറച്ച് മതി മഞ്ഞപ്പൊടി. ഇനി അതിന് കണക്കായിട്ട് ഉപ്പ് നമ്മൾ സാധാ മറ്റേ നമ്മൾ കടൽ മീൻ പോലെ അല്ല, സ്വല്പം കൂടുതലിടണം. കാരണം കടൽ മീൻ എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ അംശം കൂടുതലുണ്ടല്ലോ, ഇതിൽ ഉപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഉപ്പത്തി കണക്കിനിടണം ഉപ്പ്. അപ്പൊ ഇനി ഇവനെ മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണേ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസായിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. കാരണം ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പൊ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. നമുക്ക് മീൻ കഴിക്കുമ്പോഴേ പീസ് ശകലം നമുക്ക് ഈ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കപ്പയുടെ കൂടെ ആണെങ്കിലും കഴിക്കുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് തുരു അരിച്ചെടുത്തത്. അപ്പൊ ഇവനെ കൂടെ ഇങ്ങനെ ഇട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം, ഇവൻ നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി. ശേഷം സ്ക്രീനിൽ ബാക്കി. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. പാമ്പ് കടിച്ചെന്നുള്ള ഒരു അവസ്ഥയിലായി. ഈ കുട പിടിച്ചിങ്ങനെന്ന് പറഞ്ഞാൽ വേറെ ചൂടുകൊണ്ടല്ല, ചെറിയ ചാറ്റൽ മഴ കാരണം നമ്മളെ ഈ എണ്ണയിൽ വെള്ളം വന്ന് വീഴുന്നു കഴിഞ്ഞാൽ ദേഹത്തൊക്കെ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ കുട പിടിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളെ സമയം കൊള്ളാം. ഐശ്വര്യത്തിന്റെ ലക്ഷണമാണല്ലോ മഴ. അപ്പൊ നമ്മള്
എന്താ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷിന്റെ പീസ് നമ്മൾ ഇതിലോട്ട് ഇടുവാണ് എണ്ണയിലോട്ട്. ആദ്യം കാരി ഇട്ട് കൊടുക്കാം. കാരി ചെറിയ പൊടി മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇനി മാറ്റാൻ കൂടാ. കിടക്കുന്ന പിടക്കിനാണ്ടാ ഗൈസ് മീന് തീയില് കിടന്ന്. ഗൈസ് അപ്പൊ രണ്ടാമത്തെ ട്രിപ്പാണേ. ചെറിയ ചട്ടി ആയതുകൊണ്ട് മൊത്തം കൊള്ളൂല. ഗൈസ് അപ്പൊ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടേ. എന്താ ചൂടായി പറക്കണം. വേവിക്കുന്നു, കഴിക്കുന്നു, പാകം ചെയ്യുന്നു, കഴിക്കുന്നു. പോളി സാധനം, മരുന്ന് സാധനം. കഴിച്ചാൽ തറയെ നിൽക്കൂല. കപ്പയൊക്കെ വേണമെന്നുണ്ടായിരുന്നു. കപ്പ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിച്ചിളക്കിയ കപ്പയുടെ അവിടെ ഈ മീൻ കഴിക്കിട്ട് ഒരു പിടി അങ്ങ് പിടിക്കണം. എന്റെ മോനെ, എങ്കിലെന്ന് പറഞ്ഞാൽ അതാണ് ഒരു ടേസ്റ്റ്, ഇതിന്റെ ഒരു വെറൈറ്റി ടേസ്റ്റ്. അന്ന് ഏകദേശം രാത്രിയായി. അപ്പൊ നമ്മൾ പോവാന്നുള്ള പ്ലാൻ ചെയ്തതല്ല, പെട്ടെന്ന് അങ്ങ് പോയതാണ്. അപ്പൊ ഈ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു, ഫോണൊന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും സൂപ്പർ. എന്തായാലും മീന് കിട്ടുവാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതിനേക്കാളും നല്ല രീതിയിൽ വറുത്തടിക്കാൻ നിങ്ങൾക്ക് അറിയാം. എന്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ ഇത് ചെയ്തേ ഉള്ളൂ. കിട്ടുവാണെങ്കിൽ ഇതേപോലത്തെ രീതിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. എന്റെ വീടിന്റെ എന്ന് പറഞ്ഞാൽ പുറകെ ഒരു സൈഡ് ആറ്, ഒരു സൈഡ് തോട്, ഒരു സൈഡ് കുളം, 3 സൈഡ്. നമുക്ക് പിന്നെ പോകാനുള്ള സമയം ഇല്ലാത്തതാണ് പോകാത്തത്. ഇതിന് എന്തായാലും കൊള്ളാം. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.